ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന മലയാളത്തിലെ ലെജൻഡറി ആക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള മമ്മൂക്കയുടെ ആ ഒരു 80s സിനിമയെ കുറിച്ചിട്ടാണ്. ലെജൻഡറി ആക്ടർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ലെജൻഡറി മൂവിയും കൂടിയാണ് ഈ ഒരു സിനിമ. കാരണം ഇത്രയധികം നാഷണലി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ കുറവാണ്. ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമകളിലൊന്നാണ് വടക്കൻ വീരഗാഥ എന്ന് പറയുന്നത്. എനിക്കറിയില്ല, 80s ഞാൻ പുറം ലോകം കണ്ടിട്ടില്ല. സോ എന്നെ കുറിച്ച് ആലോചിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇവരെല്ലാവരും. ടി വിയിൽ വന്ന് എത്ര തവണ കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഒരു പിടിയില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട്, കഥയെ കുറിച്ച്, പശ്ചാത്തലങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ ഈ ഒരു സിനിമയിൽ, ഈ ഒരു വീഡിയോയ്ക്കകത്ത് വർണ്ണിക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ റീ റിലീസ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിനു മുമ്പും റിലീസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു, പക്ഷെ ഇത്ര ഗംഭീര ക്വാളിറ്റിയിൽ ഇറക്കിയിട്ടുണ്ട് തോന്നുന്നില്ല. 4K ക്വാളിറ്റിയിൽ, അതും 80s ഇങ്ങനെ സെറ്റൊക്കെ ഇട്ടിട്ട്, അതും ഇമാതിരി പെർഫെക്ഷനിൽ ഒരു പടം എടുക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചില്ലറ എഫേർട്ടൊന്നുമല്ല. ഇതിന്റെ ഏതൊരു ഡിപ്പാർട്ട്മെന്റിനെ എടുത്തു കഴിഞ്ഞാലും ഒരു ഗംഭീരമായിട്ടുള്ളൊരു, എല്ലാ ആൾക്കാരും ഗംഭീരമായിട്ട് ടീമപ്പ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ. കാരണം അത്രയധികം ലെങ്ത് ഉണ്ട് പടത്തിന്. 2 മണിക്കൂർ, 2.25 മണിക്കൂർ നമുക്ക് കാണുന്ന വേർഷനിലുണ്ട്. അതല്ലാതെ ഇവർ എത്ര നേരം ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. അതിനെക്കുറിച്ചുള്ള കണക്കൊന്നും എനിക്കറിയില്ല. ഇപ്പൊ ഈ റീ റിലീസ് ചെയ്തിട്ടുള്ള വേർഷനകത്തും 2.25 മണിക്കൂർ സെയിം സിനിമ തന്നെയാണ് നമ്മളെ കാണിക്കുന്നത്. എക്സ്ട്രാ ഷോർട്ട് ആഡ് ചെയ്യലോ അല്ലെങ്കിൽ വെട്ടിക്കുറയ്ക്കലോ അങ്ങനെയൊന്നുമില്ല. സോ എന്നെ സംബന്ധിച്ചൊരു ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മമ്മൂക്കയുടെ ഒക്കെ ആ ഒരു പെർഫെക്ഷനിസം ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കേണ്ട പോയ. കാരണം ഈ ഒരു കളരി സാധനങ്ങളൊന്നും ഇങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. എസ്പെഷ്യലി മമ്മൂക്കതൊന്നും പഠിക്കാത്ത ഒരാളാണ്. ഈ ഒരു സിനിമയ്ക്കകത്ത് ഓൾമോസ്റ്റ് ഒരുപാട് സീക്വൻസിനകത്ത് ഈ ഒരു കളരി, ആ ഒരു പരിപാടി, ആക്ഷൻ സീക്വൻസുകൾ മൊത്തം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് മമ്മൂക്ക ഇതിൽ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കിത് ഇത്രയും വലിയൊരു സ്ക്രീനിനകത്ത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ആവശ്യമുണ്ട്. ഞാൻ ആക്ച്വലി ഈ ഒരു സിനിമ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുണ്ട്. ഞാനിത് റീ റിലീസ് ചെയ്യുമ്പോൾ അടുത്തൊന്നും കാണണ്ടെന്ന് വെച്ചിട്ട് തന്നെ കാണാണ്ടിരുന്ന ഒരു സിനിമയാണ് ടി വിയിൽ വന്നപ്പോഴും. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് തീരെ ബോറടിച്ചില്ല. തുടക്കം മുതൽ അവസാനം വരെ ഞാനൊരു തരി അങ്ങനത്തെ ബോറടിച്ചിട്ടൊന്നും ഞാൻ ഈ ഒരു സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ല. പാട്ടുകളൊക്കെ എന്ത് രസമാണ് കേൾക്കാന്നറിയോ. അത് ആ ഒരു, ഞാൻ കണ്ടത് VB സിനിമാസ് എന്നാണ്, തൃപ്രയാർ VBന്ന്. എൻ്റെ അമ്മയോ, ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. ഇതൊക്കെ ഒരു പുതിയ സിനിമ കാണുന്ന പോലെ തന്നെ, ഒരു ഹിസ്റ്റോറിക്കൽ ഒരു പടം ഫ്രഷ് ആയിട്ട് അവതരിപ്പിക്കുന്ന രീതി. അതായത് ഇത് സംഭവം അത് അവതരിപ്പിക്കുന്ന സമയത്തും MTയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ കാണുന്ന സമയത്ത് ഇതൊരു ഫ്രഷാണ്. കാരണം നമ്മൾ കേട്ടിട്ടുള്ള സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ചതിയൻ ചന്തു എന്നുള്ളൊരു പരിപാടിയാണ്. പക്ഷെ MTയുടെ കണ്ണുകളിൽ കൂടെ കാണുമ്പോൾ ചതിയൻ ചന്തുവിന്റെ ആ ഒരു വിഷൻ എന്ന് പറയുന്നത്, അങ്ങനെ ആലോചിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ലെജൻഡറി മനുഷ്യന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. എനിക്കൊന്നും അങ്ങനെയൊന്നും ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. പക്ഷെ ആ നമ്മൾ കേട്ട് പഴകിയിട്ടുള്ള ആ ഒരു കഥകളത്തെ എല്ലാ സീക്വൻസുകളും, ഇപ്പോൾ നേരത്തെ മമ്മൂക്ക ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ, നമ്മളിത് റീകളക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും ഈ ഒരു പടത്തിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പറയുമ്പോഴും കാണുന്നത് നമ്മൾ ഈ MT സാറിന്റെ കണ്ണുകളിൽ കൂടിയാണ് കാണുന്നത്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് നമുക്ക് കുട്ടിക്കാലത്തൊക്കെ കാണുന്ന സമയത്ത് നമുക്കത് എത്രത്തോളം ഫീൽ ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ച് മമ്മൂക്ക വരുന്നു, ആക്ഷൻ ചെയ്യുന്നു, ചാടുന്നു, ചവിട്ടുന്നു, ചവിട്ടിക്കുത്തി മറിയുന്നു, അതിൻ്റെ ഇടയിലൊരു പോർഷൻ, ലവ് പോർഷൻ പോകുന്നു, അതിൻ്റെ ഇടയിൽ ഒരു പ്രതികാരകഥ പോകുന്നു, എല്ലാത്തരം സ്റ്റോറീസും പോകുന്നു, ഒരു റിവഞ്ച് പോകുന്നു, ചതികൾ നടക്കുന്നു, എല്ലാത്തരം ഫൈറ്റ് സീക്വൻസുകൾ എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. സുരേഷ് ഏട്ടൻ്റെ ഗംഭീരമായിട്ടുള്ള പ്രകടനം, ഉണ്ണിയാർച്ച എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഗാംഭീര്യമൊക്കെ കാണിക്കുന്ന സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അവസാനം ആ മമ്മൂക്കയുടെ ആ ഒരു ഡയലോഗുകളൊക്കെ ഉണ്ട്, വോയിസ് മോഡുലേഷനിൽ ഓരോ ചേഞ്ചുകൾ വരുന്നതുണ്ടല്ലോ, എൻ്റെ പൊന്നെ, അത് ഇങ്ങനെ തകർക്കാൻ ഒരാൾക്കും ഇന്ത്യയിൽ സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ പറ്റിയ ചിലപ്പോൾ കമലഹാസനായിരിക്കും. കമലഹാസൻ്റെയും ഇതേപോലത്തെ സൗണ്ട് മോഡുലേഷൻ വരുത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ശരിക്കും ആക്ച്വലി എനിക്കിപ്പോൾ ആലോചിക്കുമ്പോഴും കണ്ണ് നിറയുന്നുണ്ട്. ആ ഒരു സീക്വൻസിനകത്ത് അവരോട് പറയുന്ന ആ ഒരു ഡയലോഗ്, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നൊക്കെ പറയുന്ന, എൻ്റെ അമ്മോ, മാരക സാധനം. കിക്കാണ് ആക്ച്വലി ശരിക്കും സിനിമ പ്രേമികളെ സംബന്ധിച്ച് ഈ ഒരു സിനിമ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ മമ്മൂക്ക പിഷാരടിയുടെ ഒപ്പം ഉള്ളൊരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നത് ഞാൻ കേട്ടു, ഈ ഒരു സിനിമ എന്ന് പറയുന്നത് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു ആദരവാണ്, ഈ ഒരു ടീമിന് കൊടുക്കുന്ന ഒരു ആദരവാണ്. ഈ ഒരു ടീമിലുള്ള പല ആൾക്കാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല, ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു 90% ആൾക്കാർ ഇന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെയുള്ള ആ ഒരു ടീമിനോടും ആ ഒരു സിനിമയ്ക്കും കൊടുക്കുന്ന ഒരു ആദരവാണ് ഇങ്ങനെ ഇത്ര ഒരു വിഷ്വൽ ക്ലാരിറ്റിയിൽ ഈ ഒരു സിനിമയെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. മുമ്പത്തെ പ്രിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇനിയൊരു 10-30 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പ്രിന്റ് നല്ല ക്ലാരിറ്റിയിൽ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും.
പക്ഷെ ഈ ഒരു പ്രിന്റ് ഇനിയും ഒരുപാട് കാലം 4K ക്വാളിറ്റിയിലുള്ള ഈ ഒരു പ്രിന്റ് അനേകം കാലം നിലനിൽക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ സംരക്ഷിക്കപ്പെടും. ഇന്ന് നമുക്കറിയാം പല സിനിമകളുടെയും പ്രിന്റുകൾ കിട്ടാതെ നശിച്ചു പോയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സോ ഈ സിനിമയ്ക്കൊന്നും അത് വരില്ല. പക്ഷെ എന്നാലും ഇത്ര ക്വാളിറ്റിയിലുള്ള നല്ല പ്രിന്റുകൾ ഇനി ഭാവിയിലുള്ള തലമുറകൾക്ക് ലഭ്യമാകുന്നുള്ളതാണ്. കാരണം മലയാളം സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, മമ്മൂക്കയുടെ ഫിലിമോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ തീർച്ചയായിട്ടും മാറ്റിവെക്കാൻ പറ്റില്ല. കാരണം സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു സിനിമ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഫാൻ ഫൈറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇവൻ ഏത് തരം ഫാൻസിനാണെങ്കിൽ പോലും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയതിന് ഒരു കയ്യും കണക്കുമില്ല ഈ ഒരു സിനിമയ്ക്ക്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കിട്ടിയെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. മമ്മൂക്കൊക്കെ കിട്ടിയിരിക്കുന്നതിനൊന്നും ഒരു കയ്യും കണക്കുമില്ല. അതിനും അതുപോലെ തന്നെ ഏതൊക്കെയോ പടങ്ങൾക്ക് ആ ഒരു സമയത്ത് മമ്മൂക്കയുടെ കിടിലൻ പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു. മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഇയേഴ്സ് തന്നെ, വർഷങ്ങൾ തന്നെയായിരുന്നു ആ ഒരു 85 ശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു വർഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഗംഭീരമായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലരും കണ്ടതും കാണാത്തതുമായിട്ടുള്ള സിനിമകൾ ഒരുപാടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കണില്ല. എന്നെ സംബന്ധിച്ച് വടക്കം വീരഗാഥ അതൊന്നും ഇത്ര ഗംഭീരമായിട്ടുള്ള സെറ്റപ്പുകളോ അല്ലെങ്കിൽ എന്താ പറയാ, ഇത്രയും ഇന്നത്തെ കാലത്തിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് അവര് ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാർ വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. അതൊക്കെ നിങ്ങൾക്ക് ഓരോ ഷോട്ടും ഇപ്പൊ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം കൈയടിക്കേണ്ട പറ്റില്ല. അമ്മാതിരി എഫേർട്ട് ഇട്ടിട്ട് ആ ഒരു പടം ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ ഒന്നല്ല ബിഗ് സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഫീല്, ആ ഒരു സൗണ്ട് മിക്സിംഗ് ഒക്കെ ഇപ്പം അവർ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ നല്ല രസമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് കുറച്ച് വൈഡായിട്ടുള്ള ഷോട്ടുകളിൽ കുറച്ച് ബ്ലറായി, അല്ലെങ്കിൽ വളരെ ചില സീക്വൻസുകളിൽ ബ്ലറായി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഏത് സിനിമയ്ക്കാണെങ്കിലും ഉണ്ടാവും. പണ്ടത്തെ ഏത് സിനിമയാണെങ്കിലും നമ്മളത് ക്വാളിറ്റി കൂട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മോശമായി പോകും. പക്ഷെ ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ ഉള്ള സമയത്തുണ്ടല്ലോ, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ഒക്കെ പണ്ടത്തെ ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു ചോരത്തിളപ്പിന്റെ കാലഘട്ടം ശരിക്കും കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല രസമായിട്ട് ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 4K ടീം. അറ്റ്മോസ് ആണെന്നുണ്ടെങ്കിലും സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു സിനിമ തിയേറ്ററിനകത്ത് കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഡോൾബി ആണോ അറ്റ്മോസ് ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു തിയേറ്ററിനകത്ത് കിട്ടിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കേണ്ട വയ്യ. എന്തായാലും റീ റിലീസ് ചെയ്തിട്ട് ഈ 2 പടങ്ങളും, ഇൻഡസ്റ്റെല്ലാർ ആണെങ്കിലും ശരി, ഒരു വടക്കൻ വീരഗാഥയാണെങ്കിലും ശരി, എന്നെ സംബന്ധിച്ച് മനസ്സ് നിറഞ്ഞു. ഇനിയിപ്പോൾ ഒരുപാട് പടങ്ങൾ റിലീസിന് ഒരുങ്ങുന്നുണ്ട്. പല പടങ്ങളും റീ റിലീസ് ചെയ്യാൻ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ ചോട്ടാമുമ്പൊക്കെ ഇറങ്ങുന്നുണ്ട് തോന്നുന്നു. അതൊക്കെ കാണണം എന്ന് ആഗ്രഹമുള്ള. ഞാൻ പണ്ട് തിയേറ്ററിൽ കണ്ടിട്ടുള്ളത്, പാലക്കാട് തിയേറ്ററിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ ഒന്നും കൂടി നല്ല ക്വാളിറ്റിയിൽ കണ്ടാൽ 4K ക്വാളിറ്റിയിൽ കണ്ടാൽ കൊള്ളാന്നൊക്കെയുള്ള പടമാണ്. സോ എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ റിലീസ് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ മറക്കാതിരിക്കാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്.